ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഓണം സീരീസ് 2024 പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൊച്ചടുക്കളയിൽ തന്നെയാണ് ഞാൻ. ഇന്ന് ഞാൻ പായസത്തിലേക്ക് കടക്കുകയാണ്. അതായത് അടപ്രഥമൻ. അടപ്രഥമൻ പല രീതിയിൽ ചെയ്യുമല്ലോ, പല സ്റ്റൈലാണ്. ഇത് ഓമല്ലൂർ സ്റ്റൈലിലെ എന്താ പറയുക, അനിൽ ബ്രദേഴ്സ് എന്ന് പറയുന്ന കേറ്ററിംഗ് സ്ഥാപനത്തിൻ്റെ, നമ്മുടെ അനിൽ കൊച്ചാട്ടൻ്റെയൊക്കെ ആ രീതിയിലാണ് ഇന്നിപ്പോൾ അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. ആ അടപ്രഥമന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്നൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ചെറിയ കാര്യങ്ങൾ കിട്ടി. അതായത് നമ്മൾ സാധാരണ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ, 3 തരം പാലാണ് എടുക്കുന്നത്. ഇവരങ്ങനെയല്ല ചെയ്യണത്. 4 തരം പാൽ എടുക്കണം എന്നാണ് പറയുന്നത്. ഏറ്റവും നടുക്കിയ പാല് തൊട്ട് തുടങ്ങണം. 1-ാം പാൽ ഒഴിക്കുന്ന സമയത്തും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ. പിന്നെ ഇതിപ്പോൾ ഒരു 1/4 കിലോ 250 ഗ്രാംസിൻ്റെ അടയാണ്. ഇത് അരിയിലുണ്ടാക്കുന്ന അട തന്നെ വാങ്ങാൻ ശ്രമിക്കുക. മൈദ ബേസ്ഡ് ആയിട്ടുള്ള അടയും വാങ്ങാൻ കിട്ടും. പക്ഷെ അതിനെക്കാട്ടി നല്ലത് അരി അടയാണ്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അറിയാമല്ലോ, മാവ് കലക്കി ഇലയിൽ ഇങ്ങനെ ഒഴിച്ച് ചുരുട്ടി വെള്ളത്തിലിട്ട് പുഴുങ്ങി എടുക്കുന്ന ആ ഒരു അടയുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്ന അട തന്നെയാണ്. ഇത് ആദ്യം വേവിക്കാം. ഇതിപ്പോൾ 250 ഗ്രാം. ഇതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ശർക്കര ചേർക്കുന്നത് ഡബിൾ ക്വാണ്ടിറ്റിയാണ്. ദാറ്റ് ഈസ് 1/2 കിലോ. അപ്പോൾ 1/2 കിലോയുടെ ശർക്കര ഇവിടെ ചീകി വെച്ചിട്ടുണ്ട്. അതും ഒന്ന് ഉരുക്കണം. ഇതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, അപ്പോൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. നോക്കിക്കോളൂ. ഇനി ഇതിനകത്തേക്ക് വെള്ളമൊക്കെ തിളച്ച് തുടങ്ങി. അട നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടും നന്നായിട്ട് വരാനായിട്ട് ഒരല്പം നെയ്യ്. ഈ വെള്ളം എന്തായാലും നമ്മൾ ഊറ്റിക്കളയും, എങ്കിലും ഒരല്പം നെയ്യും കൂടി ചേർക്കും. ഒരു 1/2 ടീസ്പൂണായിട്ടെന്ന് പറയാം. വേഗട്ടെ. വെന്തിട്ട് ഈ വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റാം. ഈ സമയം നമുക്കൊരു കാര്യം ചെയ്യാം. ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ 1/2 കിലോ ശർക്കര, 2 ഉണ്ട ശർക്കരയായിരുന്നു, ഒരു മീഡിയം സൈസിലുള്ള. ഓക്കെ, ഇച്ചിരി ഒരുവിധം വലിപ്പമുള്ളതെന്ന് പറയാം. ഒരല്പം വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട. കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉരുക്കും. പൗഡേർഡ് ഷുഗറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 2 കപ്പോളം ശർക്കര പൊടി എടുക്കുക. ഇത് നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞിട്ട് അരിച്ചാണ് നമ്മൾ പായസത്തിൽ ചേർക്കേണ്ടത്. ഇത് അടയുടെ കൂടെ വറട്ടുമല്ലോ, ആ സമയത്ത് അരിച്ചൊഴിക്കും. ഇവിടെ അട നല്ല വെട്ടി തിളയ്ക്കുന്നു. നന്നായിട്ട് വേഗട്ടെ. കാര്യം ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗില്ല, കല്ലിച്ചു പോകും. അപ്പോൾ അതിന് മുന്നേ മാക്സിമം എത്ര വേകുന്നോ അതാണ് അതിൻ്റെ ഒരു പാകം. ശർക്കര ഉരുകി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തിടാം. ടൈറ്റ് ആകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിനി ഉരുളിയിലേക്ക് മാറ്റും. അന്നേരം അരിച്ച് ഉരുളിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇനി അട വേകുന്ന താമസം അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കും. പിന്നെ തേങ്ങാപ്പാലിൻ്റെ കാര്യം. അത് കുറച്ച് നമ്മൾ ശരിക്കും തേങ്ങ ചിരകി അതിൻ്റെ പാലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചി തന്നെയാണല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഞാൻ 4 ടൈപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റാം. ഇത് ഊറ്റിയിട്ട് വേണമെങ്കിൽ ഒരു വെള്ളം കഴുകുകയാണെങ്കിലും ചെയ്യാം, കഴുകി എടുക്കാൻ വേണമെങ്കിൽ, കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ അട വെന്ത് കഴിഞ്ഞാലേ ശർക്കര ചേർത്തിട്ടുള്ള വറട്ടൽ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അട ഇങ്ങനെ കല്ലിച്ച് കിടക്കും. ഓക്കെ, നന്നായിട്ട് വെള്ളം വാലാനായിട്ട് വയ്ക്കും. അപ്പോൾ അട ഊറ്റി വെച്ചു. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഉരുളി അടുപ്പിലേക്ക് വയ്ക്കും. നമ്മുടെ സ്വർണ്ണ ഉരുളി. ആദ്യം ഇതിനകത്തേക്ക് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് അരിച്ചൊഴിക്കും. ഇതങ്ങനെ ഭയങ്കരമായ അഴുക്കുള്ള ശർക്കര അല്ലായിരുന്നു, എങ്കിലും എപ്പോഴും ഈ രീതിയിൽ ഉരുക്കി അരിച്ചെടുക്കുന്നതാണ് സേഫ്. ഇത് നോക്കിയേ, ഒരഴുക്കില്ല, നത്തിങ്. ഇനി നമ്മളുടെ അടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഡാർക്ക് കളറിലെ ശർക്കര അല്ലായിരുന്നു, കറുത്ത ശർക്കരയല്ല, വെളുത്ത ശർക്കരയാണ്. അത് കാരണം പായസത്തിന് ഭയങ്കരമായ കളറൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, ഒരു ലൈറ്റർ ഷെയ്ഡായിരിക്കും. അത് ശർക്കരയുടെ കളർ എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ പായസം റെഡിയായി വരുന്നത്. പിന്നെ നമ്മൾ അരിച്ച് ഊറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം അട ഇങ്ങനെ വെച്ചിരുന്നാൽ അട തമ്മിൽ ഒട്ടി കട്ട പിടിക്കും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് എല്ലാം സെറ്റായി വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് സമയം വേണ്ട വെള്ളം വാലാനായിട്ട്. നമ്മൾ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച വെള്ളത്തിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. അത് കാരണം
പെട്ടെന്ന് ഒട്ടില്ല, പക്ഷേ എങ്കിലും കെയർഫുൾ ആയിരിക്കണം. ഇതിപ്പോൾ അങ്ങനെയല്ല, ഞാൻ ഉടനെ തന്നെ വെള്ളം വാർന്ന ഉടനെ തന്നെ ഈ ശർക്കരയിലേക്ക് മാറ്റി. ഇനി ഇത് കിടന്ന് തിളച്ച രണ്ടും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് ഈ ശർക്കര വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വേകും. എന്നിട്ട് ഇത് ടൈറ്റായി നമുക്കൊന്ന് വരണ്ട് വരുന്ന രീതിയിലാക്കി എടുക്കണം. അതാണ് പാകം. ഈ ശർക്കര എല്ലാം ടൈറ്റായി തുടങ്ങി. ഇനി ഇത് കുറച്ചുകൂടി വരണ്ട് വരും. അന്നേരം ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി എന്ന് പറയുമ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ ടോട്ടലായിട്ട് മതിയാകും. അതിപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാൻ പോണു. ഇനി കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായി കഴിയുമ്പോൾ ബാക്കി 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കാം. ഏതാണ്ട് നന്നായിട്ട് ടൈറ്റായി. ഇനി വീണ്ടും 1 ടേബിൾ സ്പൂൺ ഞാൻ തവി ഒന്ന് മാറ്റി പിടിക്കുന്നു. ചട്ടുകത്തിലേക്ക് മാറി. അപ്പോൾ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. അതായത് ഇത് നോക്കിയേ, പാത്രത്തിൽ നിന്നും ഇങ്ങനെ വിട്ട് വരുന്ന പോലെ കാണുന്നുണ്ടല്ലോ, ആ രീതിയിലായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആദ്യം 4-ാം പാല് എന്ന് വെച്ചാൽ തീരെ ലൂസാട്ടോ. അതായത് ആ എടുത്ത തേങ്ങയിൽ ഒരു അല്പം പോലും പാല് ബാക്കി വരാത്ത രീതിയിൽ അത്രയ്ക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2 കപ്പെന്ന് തന്നെ പറയാം. ഇത് ഞാൻ എടുത്തത് ഒരു വലിയ തേങ്ങയുടെ പാലാണ്. ഒരു വലിയ തേങ്ങയിൽ നിന്നും ചിരകിയെടുത്ത് ആ ഒരു ഏകദേശം ഒരു 3 കപ്പിന് അടുപ്പിച്ച് തേങ്ങ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഏറ്റവും ലാസ്റ്റ് പാലാണിത്, 4-ാം പാല്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകട്ടെ. 4-ാം പാലും തിളച്ച് ഏതാണ്ട് കുറുകി വറ്റാറായി. ഇനി നമ്മൾ 3-ാം പാൽ ഒഴിക്കുന്നു. 3-ാം പാല് ഒരു 1.5 കപ്പ്. 4-ാം പാല് 2 കപ്പ്, 3-ാം പാല് 1.5 കപ്പ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് കൊഴുത്ത് വരുമല്ലോ, കുറുകുന്ന പോലെ. അന്നേരം 3-ാം പാൽ ഒഴിക്കും. അപ്പോൾ 3-ാം പാല് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതും നന്നായിട്ട് തിളച്ച് ഒന്നത് കൊഴുത്തു തുടങ്ങി. ഓക്കെ, ഇനി 2-ാം പാൽ ഒഴിക്കാം. ഇതേ നോക്കിക്കോളൂ, ഈ ഒരു കണ്ടീഷനിലാണ് 3-ാം പാല് കഴിയുമ്പോൾ. ഇനി കുറച്ചുകൂടി കട്ടിയുള്ള പാലാണ് 2-ാം പാൽ. 2-ാം പാൽ ഏകദേശം ഒരു 1.25 കപ്പോളം ഉണ്ടാവും. അങ്ങനെ പ്രഥമൻ ഇങ്ങനെ നല്ല റിച്ചായി വരികയാണ്. അതിൻ്റെ ആ ഒരു പാലിൻ്റെ കൊഴുപ്പ് കൂടി പായസവും കുറച്ചുകൂടി കൊഴുത്ത പായസമായി മാറുന്നു. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് തിളച്ച് ഒന്ന് കുറുകണം. ഇത് കൊഴുത്ത് വരും, അതാണ് ഈ കുറുകൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു കൊഴുപ്പ് തോന്നിക്കും. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ കാര്യമുള്ളൂ. 1-ാം പാലാണ്, നല്ല തലപ്പാലെന്ന് പറയില്ല, നല്ല കട്ടിക്കുണ്ട്. അത് ഏകദേശം ഒരു 3/4 കപ്പുണ്ട്. 1/4 കപ്പോളം വരും. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് തിളപ്പിക്കില്ല. നമ്മളിത് കഴിഞ്ഞിട്ട് തീ ഒന്ന് ഏകദേശം ഓഫായി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒഴിക്കുമ്പോൾ പറഞ്ഞുതരാം. നന്നായിട്ട് തിളച്ചു തുടങ്ങി. അങ്ങനെ 2-ാം പാൽ ഒഴിച്ച് തിളച്ചു. ഇതെല്ലാം കൂടി ചേർന്ന് നല്ല എന്താ പറയണ്ടേ, മണം വന്ന് തുടങ്ങിയിട്ടില്ല. അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ, അടപ്രഥമൻ നല്ല ഗംഭീരമായി വരുന്നുണ്ട്. കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ചാൽ കൊഴുത്ത് തുടങ്ങി. ഇനി 1-ാം പാൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞു. നന്നായിട്ട് തിളച്ച് കുറുകി വരും. ഇനി തീ ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് നല്ല തലപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ ഇളക്കുന്നില്ല, ഇങ്ങനെ ഒഴിക്കും. അത് നേരെ താഴേക്ക് പോകണം എന്നാണ്. തീ ഓഫ് ചെയ്യുന്നു. ഇത് ഞാനിപ്പോൾ ഇളക്കില്ല, ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് താഴേക്ക് ഇങ്ങനെ പൊയ്ക്കോളും, അങ്ങനെയാണ് പറയുന്നത്. ഈ 1-ാം പാൽ താഴേക്ക് ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് ഇളക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പാകമായിട്ട് റെഡിയായി വരും. അതാണ് ഈ ഓമല്ലൂർ അടപ്രഥമൻ്റെ സീക്രട്ട്. പ്രത്യേക സ്വാദ് വരുന്നതിൻ്റെ ഒരു കാര്യം. ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് കാര്യം, അതായത് ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകം. ഒരു 8 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. ജീരകം, ഏലക്ക. ഇത് കൂടാണ്ട് നമ്മൾ ചുക്ക് പൊടിയും ചേർക്കും. അത് പായസത്തിൽ ഡയറക്റ്റായിട്ട് ചേർക്കാം. ഇനി നമ്മുടെ തേങ്ങാപ്പാൽ, 1-ാം പാല്, തലപ്പാൽ താഴേക്ക് കുറേ ഇറങ്ങി ബാക്കി ഇങ്ങനെ. അപ്പോൾ ഇത് ആ ഒരു ചൂടിൽ തന്നെ ആ തേങ്ങാപ്പാലിൻ്റെ ആ പച്ചയൊക്കെ മാറും, ചുവയൊക്കെ.
ഓക്കെ, വാവ്, അങ്ങനെ ഒരു അടിപൊളി അടപ്രഥമൻ ലാസ്റ്റ് സ്റ്റേജിലെത്തി. ഇതായി കഴിഞ്ഞു. ഇനി ഇതിൽ ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വറുത്തെടുത്തത്. ഇനി ഇത് ഇരുന്ന് കട്ടിയാവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. തിളപ്പിച്ചാറിയ വെള്ളം ധാരാളം മതിയാകും. ചെറു ചൂടോടുകൂടി ഒഴിച്ചാൽ മതി. മധുരമൊക്കെ കറക്റ്റാണ്, എല്ലാം പാകമാണ്. അതെടുത്ത് വെച്ച് വറുത്ത് നല്ല ജീരകവും ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചെടുക്കും. ഏലക്കാട് ഒന്ന് ചതയ്ക്കുമ്പോൾ തന്നെ ആ തോടൊക്കെ ഇളകി വരും. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ആ ജീരകത്തിൻ്റെ കൂടെ ചേർത്ത് അതിൻ്റെ അരികൾ അരിച്ച്, അരി ഉണ്ടല്ലോ, കാർഡമം സീഡ്സ്, അത് നോക്കിക്കോളൂ. സ്കിന്നൊക്കെ പോയി ആവശ്യമുള്ളൂ. നന്നായിട്ട് പൊടിച്ചെടുക്കും. ഇതൊരു പ്രത്യേക മണമാണ് കേട്ടോ. അയ്യോ, എന്ത് മണമാണ്! ജീരകം വറുത്തതും ഏലക്ക കോമ്പിനേഷൻ. ജീരകം ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ. ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് അത്ര ഇഷ്ടമല്ല. നമ്മൾ ഈ സാധനം അരിപ്പായസത്തിലൊക്കെ ജീരകപ്പൊടി ഇങ്ങനെ ചേർക്കാം, വറുത്ത് പൊടിച്ച്. അരി ചേർത്ത്, അരി തേങ്ങ ചേർത്ത് ശർക്കര പായസം ഉണ്ടാക്കില്ലേ, അതിലെല്ലാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു, നമ്മൾ പൊടിച്ച് കഴിഞ്ഞു. പായസത്തിൻ്റെ മുകളിലായിട്ട് ഈ പൊടിച്ച കാര്യങ്ങൾ ഇടാം. ഫ്രഷ്ലി ഗ്രൗണ്ട് സ്പൈസസ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക മണം തന്നെയാണ്. കുറച്ച് ചുക്ക് പൊടിയും കൂടി, ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു പാകത്തിന് ഉണ്ടാക്കുമ്പോൾ ഇലയിൽ ഒഴിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇലയിൽ ഒഴിച്ചാൽ അത് അവിടെ നിൽക്കും, ഓടിപ്പോവില്ല. അതാണ് എൻ്റെ ഒരു പാകം. ഗ്ലാസ്സിൽ കുടിക്കാനാണെങ്കിലും ഈ ഒരു ഓക്കെയാണ്. ഇച്ചിരൂടെ ലൂസായാലും ഗ്ലാസ്സിൽ കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നിറച്ച നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിടാം. ഞാൻ രുചി നോക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. ഇനി അണ്ടിപ്പരിപ്പ് വറുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നെയ്യ് ഒഴിക്കാം. നമ്മൾ ആകെ 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ പായസത്തിൽ വറട്ടാനായിട്ട് ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ഇതോട്ട് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല ഈ ഭാഗം. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തു. അപ്പോൾ ഇതൊരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം, എങ്കിലും 50 ചേർത്താൽ നല്ലത്. പകുതി മൂത്ത് തുടങ്ങി. ഇനി കിസ്മിസും കൂടി ചേർക്കാം. അത് ഞാൻ 25 ഗ്രാമേ ചേർക്കുന്നു. നന്നായിട്ട് മൂക്കട്ടെ. തീ അല്പം കുറച്ച് കൊടുത്തു. ഓക്കെ, കിസ്മിസൊക്കെ ബൾബ് ആദ്യം ബൾബാകും, പിന്നെ മൂക്കും. ഭയങ്കര രസമാണ് കാണാൻ. ആയിക്കഴിഞ്ഞു. ഇനി ചൂടോടുകൂടി തന്നെ നെയ്യോടുകൂടി ഈ നമ്മുടെ അടപ്രഥമൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓമല്ലൂർ സ്റ്റൈൽ അടപ്രഥമൻ റെഡി. ഓമല്ലൂർ സ്റ്റൈൽ അടപ്രഥമൻ റെഡി ആയി കഴിഞ്ഞു. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. നമ്മൾ സാധാരണ ഇവിടെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ആണെങ്കിലും ജീരകം വറുത്ത് പൊടിച്ചിടുന്നത് ഇടിച്ചു പിഴിഞ്ഞ പായസം, ഞാൻ പറഞ്ഞില്ലേ, അരിയും ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിങ്ങനെ ലൂസായിട്ടതുപോലെ ഉണ്ടാക്കുന്നത്. അതിനകത്ത് ജീരകം വറുത്ത് പൊടിച്ചിടും. പിന്നെ ഇതിൽ വേറൊരു കാര്യം ചിലപ്പോൾ അവർ ചേർക്കാറുണ്ട് ചില സമയത്തൊക്കെ. അതായത് പൂജാ കദളി. എനിക്ക് കിട്ടിയ പൂജാ കദളിയുടെ സൈസ് കണ്ടല്ലോ, ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും. പൂജാ കദളി ചെറിയ പഴമാണ്, ഒരു പ്രത്യേക മണമാണ്. തമിഴ്നാട് സൈഡിൽ പോയാൽ നമുക്ക് എന്താ പറയുക, മട്ടിപ്പഴം കിട്ടും, അത് വേറൊരു മണമാണ്. പക്ഷേ ഇത് പൂജാ കദളി ചേർക്കും വേണമെങ്കിൽ അവസാനം ഇങ്ങനെ അരിഞ്ഞിടും. ചെറുതാണെങ്കിൽ സാരമില്ല, നമുക്ക് ഇടാം. അത് ആ കൊലയിലെ ഏറ്റവും മേളിലത്തെ ഒരു ബ്രാഞ്ചാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഏറ്റവും ടോപ്പിൽ വരില്ലേ, അതാകുമ്പോൾ സൈസ് കുറവായിരിക്കും. ഇത് നിർബന്ധമില്ല, ചിലപ്പോൾ ഇങ്ങനെ ഇടാറുണ്ട് എന്ന് പറഞ്ഞു. അത് വേറൊരു മണവും രുചിയൊക്കെ കൊടുക്കും. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്താണ് ഇടേണ്ടത്. ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിടുന്ന പറഞ്ഞു. ഇത് 5-6 എടുത്താലേ നമുക്ക് ഇച്ചിരിയെങ്കിലും കിട്ടുള്ളൂ. കുറച്ചുകൂടെ സൈസ് ഉണ്ടെങ്കിൽ ഒരു 4 ഒക്കെ മതിയാകും. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. യെസ്, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ.
പ്രത്യേക രുചിയും മണവുമാണ് ഇങ്ങനെ ഒരു പൂജാക്കദളിയോ അല്ലെങ്കിൽ മട്ടിപ്പഴമോ ഒക്കെ ചേർന്ന്. ഇത് ഇനി ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ആ ചൂട് പായസത്തിൽ കിടന്നൊന്ന് വാടും. അപ്പോൾ കറക്റ്റായിരിക്കും. ഇനി പായസം ഒന്ന് ഇളക്കി ഇച്ചിരി എടുത്ത് കുടിക്കാം. എല്ലാം ചേർത്ത് ഒരു മിക്സിങ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇലയിൽ ഒഴിക്കുന്ന ഒരു പാകത്തിനാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ പാല് വേണമെന്നില്ല, വെള്ളം ചെറു ചൂടുവെള്ളം തിളപ്പിച്ചാതെ വെള്ളം ഒഴിച്ചാൽ മതി. ഓക്കെയാണ്. ഞാനൊരു കുഞ്ഞു ഗ്ലാസ്സിലെടുത്തു. ഓക്കെ, പഴവും കൂടി കിട്ടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. യെസ്, ഓ മൈ ഗോഡ്, ഇതിനകത്തെല്ലാം ഉണ്ട്. അണ്ടിപ്പരിപ്പ്, കിസ്മിസ്. ഇട്ട പഴം ഇവിടെ പോയി. ഓക്കെ, ചലോ. ചൂടുണ്ടേ. എന്താ ടേസ്റ്റ്. ഇലയിൽ ഒഴിച്ചിട്ട്, സാധാരണ ഇലയിൽ പഴവും പപ്പടവും ഒക്കെ ഞെകിടിയിട്ടല്ലേ കഴിക്കുന്ന ആൾക്കാർ. ടേസ്റ്റ് ചെയ്ത് സൂചിച്ചുകൊണ്ടിരിക്കുവാണ് ഞാനിവിടെ. എനിക്ക് തരണം എന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ കൂടി തരാൻ പറ്റിയെങ്കിൽ എന്നെ തരുമായിരുന്നു. നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ. ഈ ഓണം കഴിഞ്ഞിട്ട് തന്നാൽ മതി. ഈ ഓണക്കാലത്ത് പല പായസം നിങ്ങൾ ഉണ്ടാക്കുന്നതാവും. ആർക്കെങ്കിലും ഒക്കെ അടപ്രഥമൻ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കും, ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കണു. കഴിഞ്ഞിട്ടില്ല ഓണം സീരീസ് നമ്മുടെ 2024 ഇനിയുണ്ട്. ഇനി ഒരു പായസം കൂടി ഉണ്ടാക്കും. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.